പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികളുടെ പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ ചരിത്രത്തിൻ്റെ രേഖയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പെട്ടെന്ന് നിങ്ങളൊന്ന് എടുത്താട്ടെ. 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ദയവായിട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചാണ്ട്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നോട് ചേർന്നൊന്ന് കരമുയർത്തി ഒന്ന് പറയാമോ ഈ വാക്യം? അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. അതാണ് എല്ലാവരും ചേർന്ന് പറയേണ്ടത്. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞത് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, അത് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. 3.5 വർഷം യേശു ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ യേശുവിന് 30 പ്രസംഗമില്ലായിരുന്നു, 300 പ്രസംഗമില്ലായിരുന്നു. ഒരൊറ്റ പ്രസംഗമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മടുപ്പ് കൂടാതെ യേശുവിൻ്റെ കേൾവിക്കാർ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഏക പ്രസംഗ വിഷയമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. മത്തായി എഴുതുമ്പോൾ സ്വർഗരാജ്യമെന്നും മറ്റു സുവിശേഷകർ എഴുതുമ്പോൾ ദൈവരാജ്യമെന്നും എഴുതിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ 2 അല്ല, 1 തന്നെയാണ്. മത്തായി യഹൂദനെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം 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 എന്ന പദം ആവർത്തിച്ചുപയോഗിക്കുവാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് ദൈവം എന്ന പദത്തിന് തത്തുല്യമായി സ്വർഗം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതാണ് മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന പദത്തിന് വരുവാനിടയായ കാരണം. ഞാൻ ഈ വായിച്ച ഭാഗത്തിലേക്ക് നിങ്ങളെ പിന്നെയും കൊണ്ടുവരികയാണ്. 3.5 വർഷം എത്രയോ സ്ഥലങ്ങളിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സംസാരിച്ച് കഴിഞ്ഞിട്ടും ദൈവരാജ്യം എന്ന് പറയുന്ന മഹാവിഷയത്തിലുള്ള ആലോചന യേശുവിന് തീർന്നില്ലത്രേ. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ അറിയും. ഉയർത്തെഴുന്നേറ്റ ശേഷം 40-ലധികം ദിവസം 500-ലധികം പേർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷപ്പെട്ട്, ചിലർക്ക് കടൽക്കരയിൽ, ചിലർക്ക് വഴിയരികിൽ, ചിലർക്ക് അടച്ചിട്ട് മുറിക്കകത്ത്, വാതിൽ തുറക്കാതെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട്, കല്ലറ വാതുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, കല്ലറ വാതുക്കൽ മുതൽ വഴിയരികിൽ മുതൽ നിങ്ങൾക്കറിയാം, അടച്ചിട്ട മുറി അടച്ചിരിക്കുമ്പം അകത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒറ്റ കാര്യമേ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സംസാരിച്ചിട്ടുള്ളൂ. അത് ദൈവരാജ്യം സംബന്ധിച്ചാണ്. അടുത്തിരിക്കുന്നവരോട് പറ, അതുപോലെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശു ഇത് മാത്രം സംസാരിച്ചത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അത്രയ്ക്ക് പ്രാധാന്യമുള്ള വിഷയമാണ്. എന്താണ് ഇതിന് പ്രാധാന്യം? ഈ വാക്യത്തിന് രണ്ട് ഘടന ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. ഈ വാക്യം ഒന്നുകൂടെ എൻ്റെ കൂടെ ഒന്ന് തുടങ്ങിക്കോ. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവൻ യേശു കഷ്ടം അനുഭവിച്ച ശേഷം, ഇതാണ് ഇതിനകത്ത് 1-ാമത്തെ ഭാഗം. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം. അതാണ് ഈ വാക്യത്തിന്റെ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്, 1-ാമത്തെ പ്രാധാന്യത. 1-ാമത്തെ പ്രാധാന്യത എന്ന് പറയുന്നത് കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച്. അപ്പൊ യേശു ഇത് പറയുന്നത് ഇത്ര കണ്ട ഒരു പ്രാധാന്യമുള്ളത് ഈ 1-ാമത്തെ കാരണം കൊണ്ടാണ്, വേറൊന്നുമല്ല. ഇത് യേശു കഷ്ടം അനുഭവിച്ച ശേഷം പറഞ്ഞ കാര്യമാണ്. ഒന്ന് പറഞ്ഞു, യേശു കഷ്ടം അനുഭവിച്ച് ശേഷം പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. യേശു കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പും ദൈവരാജ്യം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലും വളരെ ഫലം കായ്ക്കും. അതുപോലെ തന്നെ വിതകാരം വിതയ്ക്കാൻ പുറപ്പെട്ടു. ഒരുപാട് ഉപമകളിലൂടെ ദൈവരാജ്യം സംബന്ധിച്ച് യേശു സംസാരിച്ചിട്ടുണ്ട്. വയലിലുള്ള നിധിയോട് ദൈവരാജ്യം സദൃശ്യം, വിലയേറിയ മുത്തിനോട് ദൈവരാജ്യം സദൃശ്യം, കടലിൽ ഇടുന്നത് എല്ലാവിധ മീനുകളും കയറുന്ന വലയോട് ദൈവരാജ്യം സദൃശ്യം, കടുക് മണിയോട് ദൈവരാജ്യം സദൃശ്യം, 3 പറ മാവിനകത്ത് ഒളിപ്പിച്ചു വെച്ച പുളിച്ച മാവിനോട് ദൈവരാജ്യം സദൃശ്യം, വലിയ വൃക്ഷമായി തീർന്ന കടുകുമണിയോട് ദൈവരാജ്യം സദൃശ്യം. ഇങ്ങനെ ദൈവരാജ്യ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ കഷ്ടം അനുഭവിക്കുന്നതിനോട് ബന്ധപ്പെട്ട് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു കഷ്ടം അനുഭവിച്ച ശേഷം ദൈവരാജ്യം സംബന്ധിച്ച് അതുവരെ എല്ലാവരോടും പറഞ്ഞെങ്കിൽ ഇപ്പോഴിതാ തന്നെ പിൻപറ്റുന്ന ശിഷ്യന്മാരോട് മാത്രമായി സംസാരിക്കുന്നതാണ് ഈ വാക്യത്തിൻ്റെ ഇതിവൃത്തം. ഞാൻ ഒന്നുകൂടെ ഒന്ന് തുറന്നു കാണിച്ചാൽ നിങ്ങളെ കാണിക്കാൻ കഴിയും. വിതകാരൻ്റെ ഉപമ യേശുവിനെ അനുഗമിച്ച 20,000 പേരും കേട്ടു. കളയുടെയും വിത്തിൻ്റെയും ഉപമയും
യേശുവിനെ അനുഗമിച്ച അത്രേ ആൾക്കാരും കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിതകാരൻ്റെയും വിത്തിൻ്റെ ഉപമയും കളയുടെ ഉപമയും ദൈവരാജ്യ സംബന്ധമായി യേശു പറഞ്ഞ രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ച ഉപമയും ഒക്കെ എല്ലാവരും കേട്ടു. പക്ഷേ ഇപ്പോൾ ഈ കേൾക്കുന്നത് എല്ലാവരുമല്ല. നിങ്ങൾക്കറിയാമോ, യേശു സെലക്റ്റീവായിട്ടുള്ളവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷനായിട്ടുള്ളൂ. ഉയർത്തെഴുന്നേറ്റപ്പിന് മുമ്പ് ആരൊക്കെ യെരുശലേമിലുണ്ടോ അവർക്കൊക്കെ കാണണമെങ്കിൽ യേശുവിനെ പോയി കാണാമായിരുന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ ശേഷം, കഷ്ടം അനുഭവിച്ച ശേഷം വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ മാത്രമാണ് യേശു പ്രത്യക്ഷനായത്. പിന്മാറ്റത്തിലായി യേശുവിനെ വിട്ട് എമൗസിലേക്ക് യാത്രയായി ശിഷ്യന്മാരോട് കൂടെ നടന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം യേശു തെളിയിച്ചപ്പം കേട്ടവർ പറയുന്നു, അവൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിബരിയാസിൻ്റെ കടൽക്കരയിൽ പഴയ വലയും പഴയ പടകും ഒക്കെ എടുത്ത് പഴയ പണിക്ക് പോയ പത്രോസിനെ അഭിമുഖമായി കണ്ട് യേശു പ്രത്യക്ഷനാകുമ്പോഴും നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചാൽ അറിയാം, അവിടെയും അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കുള്ള യേശുവിൻ്റെ പ്രത്യക്ഷതയാണ്. പിന്നീട് കല്ലറ വാതുക്കൽ എല്ലാവരും യേശുവിനെ കണ്ടില്ല. കരഞ്ഞുകൊണ്ടിരുന്ന മറിയ യേശുവിനെ കണ്ടു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് വരണ്ടിരിക്കുന്ന ശിഷ്യവൃന്ദമാണ് യേശുവിനെ കണ്ടതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം 500-ലധികം പേർക്ക് ആവർത്തിച്ച് പ്രത്യക്ഷനായി, ചിലർക്ക് കടക്കരയിൽ, ചിലർക്ക് മറ്റിടങ്ങളിലൊക്കെ പ്രത്യക്ഷനായി യേശു സംസാരിച്ച ഈ വിഷയത്തിൻ്റെ അമിത പ്രാധാന്യത അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്താണ് അതിൻ്റെ അമിത പ്രാധാന്യത? ഒന്ന്, ഇത് കഷ്ടം അനുഭവിച്ച ശേഷം യേശു സംസാരിച്ച കാര്യമാണ്. 2, ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ദൈവരാജ്യം ഭൂമിയിൽ ആക്ച്വൽ റിവീലിംഗ് നടക്കാൻ പോവുകയാണ്. ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രദർശനം ഭൂമിയിൽ നടക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാം, യോഹന്നാനും യേശുവും എല്ലാം ഒരേ സന്ദേശം പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തവരാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പം അവർ തികഞ്ഞു എന്നും സമീപിച്ചു എന്നും പറഞ്ഞ ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യം സംബന്ധിച്ച് ഇപ്പോൾ ശിഷ്യന്മാരോട് യേശു സംസാരിക്കുന്നതാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ വാക്യത്തിൻ്റെ ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. 1-ാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ വാക്യം. അവൻ 2-ാമത്തെ വാക്യം. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. യേശു അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇനി ഇതിന്റെ 2-ാമത്തെ സിഗ്നിഫിക്കൻസിലേക്ക്, 2-ാമത്തെ പ്രാധാന്യതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഒന്ന്, ഇത് കഷ്ടം അനുഭവിച്ച ശേഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ദൈവരാജ്യത്തെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുന്നുണ്ടായിരുന്നു. 2 രാജ്യം ഒരുപോലെ തന്നെ സജീവമായിരുന്നു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതോടെ, കാൽവരി കുരിശിൽ കഷ്ടം അനുഭവിച്ചതോടെ സാത്താനെയും സൈന്യത്തെയും കാൽവരി കുരിശിൽ എന്നേക്കുമായി പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. നിരായുധനാക്കി, നിഷ്ക്രിയനാക്കി, നിരാലംബനാക്കി, തകർത്ത് കളഞ്ഞു, നിഷ്ഠൂരമാക്കി, ഇല്ലാതാക്കി കളഞ്ഞു. ആ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. വാഴ്ചകളെയും ഒന്ന് കരമുയർത്തി പറഞ്ഞു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അപ്പൊ യേശു ഭൂമിയിലായിരുന്നപ്പം ദൈവരാജ്യത്തിന് വിരോധമായി നിൽക്കാൻ ഒരു ശക്തി ഭൂമിയിൽ സജീവമായിരുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിന് വിരുദ്ധമായി ഉയർന്നു നിൽക്കാൻ ഒരു ശക്തി ഭൂമിയിലില്ല. അതാണ് ഇതിൻ്റെ പ്രാധാന്യത. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു ശക്തി ഭൂമിയിൽ സജീവമായിരുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് യേശു പോലും പറഞ്ഞ, ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുന്നുവെന്ന് യേശു പോലും പറഞ്ഞ ഒരു ശക്തി ഭൂമിയിൽ സജീവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് കൈമാറുമ്പോൾ ദൈവരാജ്യത്തിന് വിരുദ്ധമായി ചലിക്കുവാൻ ഒരു ശക്തിയും സജീവമല്ല. അതാണ് ഇതിൻ്റെ അമിത പ്രാധാന്യത. അറിയുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇന്ന് ദൈവരാജ്യത്തിന് വിരുദ്ധമായി ചലിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് ദൈവരാജ്യത്തിന് വിരുദ്ധമായി ചലിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല.
ആ അവസ്ഥയിലാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചത് ആണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ പറയാൻ ബാക്കി വെച്ച് പോയത്? ക്രൂശ് മരണം നടന്നു കഴിഞ്ഞാലേ സാത്താൻ കംപ്ലീറ്റ് ആയിട്ട് കീഴടങ്ങുകയുള്ളൂ എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമത്തിന്റെ നിവർത്തീകരണം സാത്താന്റെ മേലുള്ള ജയമായിരുന്നു എന്ന് യേശുവിന് അറിയാമായിരുന്നു. കാരണം നിയമത്തിന്റെ പിൻബലത്തിലാണ് സാത്താൻ വിശുദ്ധന്മാരുടെ മേൽ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. നിയമം നിവർത്തിക്കുമ്പം അവന്റെ ക്ലെയിമിംഗ് ആണ് ഇല്ലാതാകുന്നത്. അതറിയാവുന്ന കർത്താവ് തന്നിൽ നിയമം മുഴുവനായി നിവർത്തിച്ചു. സാത്താൻ എടുത്തുപയോഗിച്ചുകൊണ്ടിരുന്ന നിയമം നമുക്ക് വിരോധവും, ഒന്ന് പറഞ്ഞു, എന്നോട് ചേർന്ന് പറഞ്ഞു, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കുരിശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഇനി ഈ വിഷയത്തിലേക്ക് വരിക. കമോൺ 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 ഇനി ഈ വിഷയത്തിലേക്ക് വരിക. അപ്പം 3.5 വർഷത്തിൽ പറയാൻ ആഗ്രഹിച്ചിട്ട് എന്നാൽ ക്രൂശീകരണത്തിന് ശേഷമേ പറയാൻ പറ്റൂ എന്നുള്ള എന്തൊക്കെയോ നിഗൂഢമായ നിസ്തുല്യമായ സത്യങ്ങളാണ് ഇപ്പൊ യേശു ശിഷ്യന്മാർക്ക് കൈമാറുന്നത്. ഇതൊരു പ്രൈവറ്റ് ടോക്കാണ്, ഇതൊരു പബ്ലിക് ടോക്ക് അല്ല. യേശു ഇവിടെ സംസാരിക്കുന്നത് വളരെ സീക്രട്ട് ആയിട്ടാണ്. കാരണം കർത്താവിന് ഒരു കാര്യം അറിയാമായിരുന്നു. ദൈവരാജ്യത്തിന്റെ രാജാവായ യേശു വരുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന്റെ ഭരണം ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിഞ്ഞവർ ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ദൈവരാജ്യത്തിന്റെ രാജാവ് ദൈവരാജ്യത്തിൽ വരുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിഞ്ഞവർ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ സജീവമായി പറഞ്ഞതുപോലെ ദൈവരാജ്യം ഫങ്ഷൻ ചെയ്യാൻ അറിവുള്ള ചിലർ ഇവിടെ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ് ആരോടും പറയാതെ ശിഷ്യന്മാരെ മാറ്റി വിളിച്ച് ചില കാര്യങ്ങൾ ഇവരുമായിട്ട് കൺവേ ചെയ്യുന്നത്. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പ്രവൃത്തി 1:2. യേശു കഷ്ടം അനുഭവിച്ച ശേഷം കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് 40 നാളോളം 40 നാളോളം ഡെയിലി ക്ലാസ് ആയിരുന്നു. ഓരോ തവണ പ്രത്യക്ഷനാകുമ്പോഴും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് വേറെയാണ്, ഇനി നിങ്ങളുടെ ജീവിത നിലവാരം വേറെയാണ്. ഇന്നു മുതൽ ദൈവരാജ്യത്തിന്റെ ജീവിതം ഇനി നടക്കാൻ പോവാണ്. 40 ദിവസം അവരെ പഠിപ്പിച്ചു. ഇത് എന്തുകൊണ്ട് 40 ദിവസം ഇവരെ പഠിപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളതും കൂടെ ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, വേലക്കാരി പെങ്കച്ചന്റെ മുമ്പിൽ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായവൻ, ഏറ്റവും മുമ്പൻ വേലക്കാരി പെങ്കൊച്ചിന് മുമ്പിൽ മുട്ടിടിച്ച്, ബാല്യക്കാരിയുടെ മുമ്പിൽ മുട്ടിടിച്ച്, ഞാൻ കർത്താവിനെ അറിയത്തില്ല എന്ന് പോലും പറഞ്ഞ് മാറി നിന്ന സമയത്താണ് ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടത്. അപ്പൊ ആ പരുവത്തിൽ ഉപയോഗിക്കാൻ പറ്റിയല്ല. ഇനി ഇവരുടെ ഉള്ളിൽ ദൈവരാജ്യം സംബന്ധിച്ചുള്ള തോട്ട് വീണാൽ മാത്രമേ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ കഴിയുള്ളൂ. ഈ ക്ലാസിന്റെ റിസൾട്ടാണ് ഇനി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാക്കാ, കുറിക്കുക, ഉള്ളിൽ പറയുക, ഉള്ളിൽ എഴുതിയെടുക്കുക, വേണ്ടിവരത് ഹൃദയസ്ഥമാക്കുക. 40 നാൾ ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് കൊടുത്ത ക്ലാസിന്റെ അല്ലെങ്കിൽ പരിശീലനത്തിന്റെ റിസൾട്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. ദാണ്ടടാ മുടന്തൻ എഴുന്നേൽക്കുന്നു, ദാണ്ടടാ ചെകിടൻ കേൾക്കുന്നു, ഇതാണ്ടടാ കുരുടൻ കാണുന്നു, ഇതാണ്ടടാ നിഴല് തട്ടുമ്പോൾ പോലും അത്ഭുതങ്ങളും എത്ര പേരെന്നെ കേൾക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും നടക്കുന്നു. ആരോ ചോദിക്കുന്നു, എന്താ ഇതിന്റെ രഹസ്യം? ഇന്നലെ ഞങ്ങൾ കണ്ടു ബാല്യക്കാരിയുടെ മുമ്പിൽ മുട്ടിടിക്കുന്ന പത്രോസിനെ. എങ്ങനെയാ ഇന്ന് ഇത്രയും ബോൾഡ്നെസ് ഉള്ളവനായി? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന നസറേയനായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് ഇത്രയും തന്റെ ഇടത്തോടെ പറയാൻ എവിടുന്ന ബലം വരുന്നെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അപ്പോസ്തലന്മാർ ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇതിന്റെ മേളിൽ ഒരു ഭരണമില്ല, ഇതിന് മേളിൽ ഒരു ശക്തിയില്ല, ഇതിന് മേളിൽ ഒരു ആധിപത്യമില്ല, ഇതിന് മേളിൽ ഒരു അധികാരമില്ല, ഇതിന് come on somebody in the name of Jesus. ഞാൻ ഈ പറയുന്നത് എത്ര പേരുടെ ഉള്ളത്തിൽ വീഴുന്നു എന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമം ജയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് പ്രതികരിച്ചേ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 40 ദിവസത്തിന് മുമ്പ്
കുരിശിൽ യേശു തീർന്നടാ. കണ്ടില്ലേ, തല തകർന്ന്, തല കുനിച്ച്, തകർന്ന് കിടക്കുന്ന യേശുവിനെ കണ്ടില്ലേ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വെച്ച് എല്ലാവരും നിന്നപ്പോ തല കുനിച്ച് പ്രതിസ്ഥാനത്ത് നിന്നവനായി അപ്പോസ്തലന്മാർ. എന്നാൽ ദൈവരാജ്യത്തിന്റെ രഹസ്യം കിട്ടിയപ്പോൾ, ദൈവരാജ്യത്തിന്റെ രഹസ്യം കിട്ടിയപ്പോൾ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. യേശുവിന്റെ നാമം ചെയ്യാം, യേശുവിന്റെ നാമം ചെയ്യാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞത് അവരുടെ ഉള്ളത്തിൽ തെളിഞ്ഞു. യേശു പറഞ്ഞത് അവരുടെ ഉള്ളത്തിൽ തെളിഞ്ഞു. അവര് വിചാരിച്ചു, അല്ലെങ്കിൽ അവരുടെ അനുഗമിച്ചവർ വിചാരിച്ചു, കുരിശിൽ തീർന്നിടാവൻ. തുടങ്ങിയിട്ടില്ല, പിന്നെങ്ങനെയാ തീരുന്നേ? തുടങ്ങിയിട്ടില്ല, പിന്നെങ്ങനെയാ തീരുന്നേ? ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹല്ലേലൂയ, ഏതെങ്കിലും മേഖലയിൽ ഒരു തണുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലയിൽ ഒരു മടുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഇതങ്ങ് നടക്കാത്ത കാര്യമാണെന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എടുത്തെറിഞ്ഞോണം ആ ചിന്ത. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കും ഭാരത സഭ ലോകവ്യാപകമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന നൂറ്റാണ്ടിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ പിന്മാറ്റക്കാരന്റെ പുറകെ എന്തിനാ 40 ദിവസം നടക്കുന്നേ? യേശുവിന് മനസ്സിലായി, ഇവന് വിധകാരന്റെ ഉപമ ഒന്നും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടലിൽ ഇടുന്ന വലയുടെ മർമ്മം ഇവന് പിടികിട്ടിയിട്ടില്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് പലയാവർത്തി പുറകെ നടന്ന് പറഞ്ഞിട്ടും ഈ മർമ്മമകത്ത് തെളിഞ്ഞിട്ടില്ല. ജീസസ്, തെളിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് നോക്കിയപ്പോ യേശുവിനെ അനുഗമിക്കാൻ ആളില്ല. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു വിചാരിച്ചു യെരൂശലേമിൽ യേശുവിന്റെ നാമം പറയാൻ ഒരാൾക്കാർ കാണും. അടച്ചിട്ട മുറി സൈഡിൽ നിന്ന് കർത്താവ് ഇങ്ങനെ കേട്ട് കാണും. അകത്ത് നടക്കുന്നത് യേശുവിന്റെ നാമത്തിലുള്ള ആഘോഷമാ? അല്ലല്ലല്ല, മുട്ടിടിക്കുന്ന ശബ്ദം അകത്ത് കേൾക്കുന്നത്, ഭയം കൊണ്ട് മുട്ടിടിക്കുന്നത്. അപ്പൊ കർത്താവിന് മനസ്സിലായി, 3.5 കൊല്ലത്തെ ക്ലാസ് വെറുതെയാ. ഒന്നും മനസ്സിലായിട്ടില്ല. വിധകാരന്റെ ഉമ്മയും മനസ്സിലായിട്ടില്ല, കടലിലെ വലയുടെ കാര്യവും മനസ്സിലായിട്ടില്ല, ഇത് 3 പറ മാവിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. യേശുവിന് വിട്ടുകളയാൻ മനസ്സില്ല. കർത്താവ് 40 നാൾ, ഞാൻ ആ ഭാഗം ഇപ്പോഴും വായിക്കുമ്പോൾ കർത്താവിന് 40 നാൾ ആവർത്തിച്ച് പ്രത്യക്ഷനായി അവരെ പഠിപ്പിച്ചു. നോ 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 നിങ്ങൾ എന്താ വിചാരിച്ചേ ഇത് ഒതുങ്ങിത്തീരുന്ന മാർഗമാണോ? നിങ്ങൾ എന്നാ വിചാരിച്ചേ ഇത് കുരിശ് കൊണ്ട് തീർന്നതാണോ? നിങ്ങൾ എന്നാ കരുതിയേ കയ്യേൽ ആണിയടിക്കുമ്പോ തീർന്നു പോകുമെന്നോ? നിങ്ങൾ എന്നാ കരുതിയേ? എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? നിങ്ങൾ എന്നെ കരുതിയേ ഇത് അസ്തമിക്കാനുള്ള മാർഗമെന്നോ? ഇല്ലില്ലില്ലില്ല. 40 ദിവസം വരെ പഠിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന ഭരണം അത് ദൈവരാജ്യത്തിന്റെ ഭരണമാ. ഹല്ലേലൂയ. മതമേലാളന്മാരുടെയും ലേവ്യ പൗരോഹിത്യത്തിന്റെയും പിൻബലത്തിൽ ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ച് അട്ടഹസിച്ച ജനം അവരിങ്ങനെ പറഞ്ഞു കാണും, നസ്രായനെയും നസ്രായന്റെ മാർഗത്തെയും നാം ചവിട്ടിത്താഴ്ത്തി, ഇനി ഒരിക്കലും ഈ മാർഗം എഴുന്നേൽക്കയില്ല. ഒരു പത്രോസ് എന്ന് പേരുള്ളവനുണ്ടായിരുന്നു, അഡ്രസ് കാണാനില്ല. യോഹന്നാൻ എന്ന് പേരുള്ളവനുണ്ടായിരുന്നു, അന്ത്രയോസ് എന്ന് പേരുള്ളവനുണ്ടായിരുന്നു, അഡ്രസ് കാണാനില്ല. അപമാനിതരായി ശിഷ്യന്മാർ മാറി നിൽക്കുമ്പോൾ അരുമനാഥൻ അടുത്ത് എന്ന് പറഞ്ഞു, 40 ദിവസം പേടിച്ചിരിക്കേണ്ട മാർഗമല്ലിത്. എത്ര പേരെന്നെ കേൾക്കുന്നു? ഞെട്ടിവരച്ചിരിക്കേണ്ട മാർഗമല്ലിത്. ദൈവരാജ്യം സംബന്ധിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ വായിച്ചു 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അവിടെ ആ മലയാളം പദത്തിൽ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടില്ല. How to function the kingdom of God. എങ്ങനെ ദൈവരാജ്യത്തെ ഫങ്ഷൻ ചെയ്യണമെന്ന്. ഹല്ലേലൂയ. യേശു 40 നാൾ അവരെ പഠിപ്പിച്ചു.
ഇനി ദൈവരാജ്യം ഭൂമിയിൽ സജീവമാകുമ്പോ നടക്കാൻ പോകുന്ന ഈ അത്ഭുതത്തെ പറ്റി യേശു മാറി മാറി ദിവസങ്ങൾ പ്രത്യക്ഷനായി പഠിപ്പിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഓർക്കണമേ, ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരത്ഭുതവും ഒരു ചെകിടന്റെയും ചെവി യേശു തുറന്നിട്ടില്ല, ഒരു ഊമന്റെയും വായ യേശു തുറന്നിട്ടില്ല. പിന്നെ എന്നാ കണ്ടിട്ടാണ് ഇടയ്ക്ക് പിന്മാറിപ്പോയ ഇവർക്ക് ഇത്രയും ബലം കിട്ടിയത്? പറയുക, എന്നോട് മറുപടി പറയുക. എന്നാ കണ്ടിട്ടാണ് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളെന്ന് ഇത്രയും തൻ്റെ ഇടത്തോടെ പറയാൻ എവിടുന്നാണ് ബലം കിട്ടിയേ? ഇതാ 40 നാൾ ചെവിയിൽ കേട്ട മർമ്മം. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ദൈവരാജ്യം ഭൂമി ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയടാ, ഇനി നീ പേടിച്ചിരിക്കണ്ട. അന്ന് നീ ഒരു ഭൂതത്തെ ഉരുട്ടിയിട്ട് പിടിച്ചിട്ട് ഭൂതം വിട്ടുപോയില്ലല്ലേ? എന്നാൽ ഇനി രാജ്യം ഭൂമിയിൽ സജീവമാകുമ്പോൾ even your shadow will perform mighty miracles in the name of Jesus. നിന്റെ നിഴല് പോലും അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും. കരമടിച്ചു. ഓ, യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം. ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, theoretical and practical teachings regarding how to function the kingdom of God in earth. ഭൂമിയിൽ ദൈവരാജ്യം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്നുള്ള തിയറിയും പറഞ്ഞു കൊടുത്തു, പ്രാക്ടിക്കലും പറഞ്ഞു കൊടുത്തു. ദൃഷ്ടാന്തങ്ങൾ തിയറികളാ, പ്രാക്ടിക്കലാ താഴെ വായിക്കുന്നേ. താഴോട്ട് വായിച്ചോ. ദൈവരാജ്യമെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാലും അടുത്തത് അവർക്ക് കാണിച്ചു കൊടുത്തു. അടുത്തത് താഴോട്ട് വായിച്ചോ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാക്കും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ദൃഷ്ടാന്തങ്ങൾ. 2 കാര്യ വാക്യത്തിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ. ഒന്നുകൂടെ 2-ാം വാക്യം 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. താൻ കഷ്ടം അനുഭവിക്കുകയും, യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, അടിവരയിടണമെന്ന് ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, and speaking the things concerning the kingdom of God. He was continuously speaking the things which is concerning the kingdom of God. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഇത് തന്നെ 3.5 കൊല്ലം പറഞ്ഞത്. എന്നാ ഇനി വ്യത്യാസം? എന്നാ ഈ പറച്ചിൽ എന്നാ വ്യത്യാസം? അറിവുള്ള പറയട്ടെ, ഈ പറച്ചില് ആ പറച്ചിൽ പോലെ അല്ല. അന്ന് ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമായിരുന്നു. ഇന്ന് ദൈവരാജ്യത്തിന്റെ രാജാവായി യേശു ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. യേശുവിന്റെ നാമം ജയം, ഹല്ലേലൂയ. അന്ന് ഒരു ക്ലെയിം പുറകിലുണ്ടായിരുന്നു, ഇന്ന് ഒരു ക്ലെയിമും പുറകിലില്ല. യേശുവിന്റെ രക്തം ഇവർക്ക് അനുകൂലമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം ഇവർക്ക് എത്ര പേര് ഇവിടെ ഉണ്ട്? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചോ. എൻ്റെ മകള്, അവൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായ ആ മകളുടെ വേദനാജനകമായ അവസ്ഥ കേട്ടിട്ട് ആ മാതാവ് ഓടി വിദേശത്തുനിന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജീവിതകാലമൊക്കെയും ഈ 10 ഗുളികകൾ കൂടാതെ, ഈ 10 മരുന്നുകൾ കൂടാതെ ഈ കുഞ്ഞിനെ ജീവിക്കുവാൻ കഴിയുകയില്ല. അതുപോലത്തെ ഒരു വിഷയമാണിത്. എന്നാൽ ആ മാതാവ് ഗൾഫിൽ വെച്ച് തുടർമാനമായിട്ട് ഈ ശുശ്രൂഷകൾ യൂട്യൂബിലൂടെയും TV-യിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മകള് ഹോസ്പിറ്റൽ റിപ്പോർട്ട് അത്യപൂർവ ഇനത്തിലുള്ള ഈ രോഗത്തിന് മേളിൽ കേട്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചു, എൻ്റെ മകൾ ജീവിതാവസാനം വരെ ഈ 10 ഗുളികയുമായി അവളുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് എങ്ങനെ ഇത് തരണം ചെയ്യുവാൻ കഴിയും? ആ മകൾ ഇങ്ങനെ നിശ്ചയിച്ചു,
ഞാൻ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷകൾ കാണുന്നതല്ലേ, ഒന്നവിടെ ഓടിച്ചെല്ലാം. ഒരത്ഭുതം നടന്നെങ്കിൽ എൻ്റെ മകൾക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ടാകും. അങ്ങനെ ആ മാതാവ് മകളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഗൾഫ് രാജ്യത്ത് നിന്ന് ഓടി വന്നവൾ ആ മകളുമായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു. ഇവിടെ വന്ന ദിവസത്തിൽ തന്നെ പ്രഖ്യാപനം ചൊല്ലുവാൻ തുടങ്ങി. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ ആ മകൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ ആ കുഞ്ഞുമായിട്ട് വന്ന ആ മകൾ വിശ്വാസത്താൽ പറഞ്ഞു, ഇല്ല, അത്യപൂർവ ഇനത്തിലുള്ള ഈ രോഗത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഞാനത് വിശ്വസിക്കുന്നു. ആ കുഞ്ഞ് പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. അടുത്ത ചെക്കപ്പിൽ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. നിങ്ങളുടെ കുഞ്ഞിന് ആ രോഗമില്ല. അതറിയാം. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവത്തിന്റെ മകളായി മാറിയിരിക്കുന്നു. യേശുവിനുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഭാഗമാണ്. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യ ആരോഗ്യവുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതുകൊണ്ട് യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. സൽപ്രവൃത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതത്തെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവൃത്തികൾക്കായും യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ആമേൻ.